ഹായ്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ബിസിനസ്സുകാർക്ക് വേണ്ടി ഞാൻ മുമ്പ് ചെയ്ത ഒരു വീഡിയോ കണ്ടതിന് ശേഷം നല്ല അഭിപ്രായങ്ങൾ വരികയും ചുരുക്കം ചില ആളുകൾ ചില സംശയങ്ങൾ പ്രകടിപ്പിക്കുകയും ചെയ്തു. അപ്പോൾ എല്ലാവർക്കും വേണ്ടി ലോക പ്രശസ്തമായ 2 കമ്പനികളുടെ ചരിത്രമാണ് നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഇന്ന് അവതരിപ്പിക്കുന്നത്. ഹായ്, ഞാൻ KKM കൊണ്ടോട്ടി. ലോക പ്രശസ്തമായ 2 കമ്പനികൾ 2 വ്യക്തികൾ കാരണം എങ്ങനെ വിജയിച്ചു എന്ന് നിങ്ങൾ വിലയിരുത്തുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ഞാൻ മുമ്പ് പറഞ്ഞ വീഡിയോയുടെ അതിൽ എങ്ങനെ നിങ്ങളുടെ തൊഴിലാളികളെ, നിങ്ങളുടെ കൂടെ പ്രവർത്തിക്കുന്നവരെ നിങ്ങൾ ട്രീറ്റ് ചെയ്യണമെന്നത് നിങ്ങൾക്ക് ഉൾക്കൊള്ളാനും നിങ്ങൾക്കത് പ്രാവർത്തികമാക്കാനും സാധിക്കും. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അൽക്കോവ അഥവാ അലൂമിനിയം കോർപ്പറേഷൻ ഓഫ് അമേരിക്ക. ഈ കമ്പനിയുടെ ചരിത്രം വളരെ രസകരമാണ്. അൽക്കോവ എന്ന ലോക പ്രശസ്തമായ കമ്പനിയുടെ ഗ്രാഫ് ക്രമേണ ഉയർന്നു പോകുകയാണ്. 40ഓളം കൺട്രികളിൽ അവരുടെ ബ്രാഞ്ചുകൾ ഉണ്ടായി. 2 ലക്ഷത്തിലധികം തൊഴിലാളികൾ ആ കമ്പനിയിൽ പ്രവർത്തിച്ചു. അങ്ങനെ വളർന്ന് പന്തലിച്ചു പോകുന്ന ഈ സ്ഥാപനം തൊഴിലാളികളുടെയും മറ്റു പല കാരണങ്ങൾ കൊണ്ടും ആ സ്ഥാപനം ക്രമേണ അതിന്റെ ഗ്രാഫ് താന്നു വരികയായിരുന്നു. അലൂമിനിയം കോർപ്പറേഷൻ ഓഫ് അമേരിക്ക അഥവാ അൽക്കോവ നഷ്ടത്തിലേക്ക് കൂപ്പുകുത്തി. അത് നഷ്ടത്തിലേക്ക് ഓടിക്കൊണ്ടിരിക്കുമ്പോഴാണ് അതിന്റെ ഡയറക്ടർ ബോർഡ് മീറ്റിംഗ് കൂടി ഒരു തീരുമാനമെടുക്കുകയും ആ കമ്പനിയെ നഷ്ടത്തിൽ നിന്ന് കരകയറ്റുന്നതിനു വേണ്ടി ഒരു വളരെ എനർജറ്റിക് ആയിട്ടുള്ള, വളരെ എന്തൂസിയാസ്റ്റിക് ആയിട്ടുള്ള ഒരു ചെറുപ്പക്കാരനെ അതിന്റെ CEO ആയിട്ട് നിയമിക്കുകയാണ്. അദ്ദേഹത്തിന്റെ പേര് പോൾ ഒനീർ എന്നാണ്. നിങ്ങൾക്ക് ഗൂഗിൾ ചെയ്താൽ കിട്ടും. അദ്ദേഹം ആ കമ്പനിയിൽ എന്താണ് നടപ്പിലാക്കിയത് എന്ന് നിങ്ങൾക്ക് എന്ന് പറഞ്ഞാൽ ബിസിനസ്സുകാർക്ക് എല്ലാവർക്കും ഒരു പാഠപുസ്തകമാണ്. അദ്ദേഹം ആദ്യമായി CEO ആയി ഏറ്റെടുത്തതിന് ശേഷം ആ കമ്പനിയുടെ ഡയറക്ടർ ബോർഡ് മീറ്റിംഗ് വിളിക്കുകയാണ്. വെറും 10 മിനിറ്റ് കൊണ്ട് അദ്ദേഹത്തിന്റെ ആദ്യത്തെ ആ പ്രസംഗം അവസാനിപ്പിക്കുകയാണ്. ഒരു പേപ്പറോ ലാപ്ടോപ്പോ ഒന്നുമില്ലാതെ ഫ്രീ ആയിട്ടാണ് അദ്ദേഹം ആ മീറ്റിംഗിന് അറ്റൻഡ് ചെയ്തത്. ആ മീറ്റിംഗിൽ അദ്ദേഹം പ്രഖ്യാപിച്ചു, എൻ്റെ പ്രൈം കൺസേൺ സേഫ്റ്റി മാത്രമാണ്. മറ്റൊന്നും അദ്ദേഹം വിശദീകരിച്ച് പറഞ്ഞില്ല. ഡയറക്ടർ ബോർഡ് പലരും വിചാരിച്ചിരുന്നു ഒരു സ്ട്രാറ്റജി അദ്ദേഹം അവതരിപ്പിക്കും, അതിലൂടെ നമ്മുടെ കമ്പനി തഴച്ചു വളരുമെന്നൊക്കെ പ്രതീക്ഷിച്ച് കാത്തിരുന്ന ഡയറക്ടർ ബോർഡ് അംഗങ്ങളെ നിരാശരാക്കിക്കൊണ്ട് ഒരു 10 മിനിറ്റ് കൊണ്ട് അദ്ദേഹത്തിന്റെ പ്രസംഗം അവസാനിപ്പിക്കുകയാണ്. ഒരാൾ കൈ ഉയർത്തിക്കൊണ്ട് അദ്ദേഹത്തോട് ചോദിച്ചു, സർ, പ്രത്യേകിച്ച് എന്തെങ്കിലും ഉണ്ടോ നമുക്ക് ഈ നഷ്ടത്തിൽ നിന്ന് കരകയറാൻ എന്ന് ചോദിച്ചപ്പോൾ എൻ്റെ പ്രൈം കൺസേൺ സേഫ്റ്റി മാത്രമാണ് എന്ന് പറഞ്ഞുകൊണ്ട് മീറ്റിംഗ് അഡ്ജേൺ ചെയ്ത് അദ്ദേഹം പിരിഞ്ഞു പോകുകയാണ്. പിന്നീട് അദ്ദേഹം ചെയ്തത് ആ സ്ഥാപനത്തിലെ മുഴുവൻ തൊഴിലാളികളുടെയും മീറ്റിംഗ് വിളിക്കുകയാണ്. എന്നിട്ടും അദ്ദേഹം പ്രഖ്യാപിച്ചത് മറ്റൊന്നുമല്ല, ഈ സ്ഥാപനത്തിന്റെ മേധാവി എന്നുള്ള നിലക്ക് എൻ്റെ പ്രൈം കൺസേൺ സേഫ്റ്റി മാത്രമാണ്. അതിനുശേഷം അദ്ദേഹം പറഞ്ഞു, ഈ സ്ഥാപനം സേഫ്റ്റി പ്രോബ്ലം കൊണ്ട് 100 ദിവസം വർക്ക് ചെയ്യുമ്പോൾ 2 ദിവസം പ്രവർത്തനരഹിതമാകുന്ന അവസ്ഥ മുൻകാലങ്ങളിൽ ഉണ്ടായിരുന്നു. ഇനി അതുണ്ടാകാൻ പാടില്ല. മാത്രമല്ല, ഇവിടുത്തെ ഓരോ തൊഴിലാളിക്കും അവന്റെ സേഫ്റ്റി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അവന്റെ ആരോഗ്യം, അവന്റെ കുടുംബം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് ഈ കമ്പനിക്ക് ബോധ്യമുണ്ട്, എനിക്ക് ബോധ്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ കമ്പനിയേക്കാളേറെ ഇവിടുത്തെ ഓരോ തൊഴിലാളിയെയുമാണ് ഞാൻ സംരക്ഷിക്കാൻ ആഗ്രഹിക്കുന്നത്. ആ തൊഴിലാളി ഉണ്ടെങ്കിലേ ഈ കമ്പനി ഉള്ളൂ എന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചപ്പോൾ കൂട്ട കയ്യടിയാണ് അദ്ദേഹത്തിന് അവിടെ ലഭിച്ചത്. ഇതിലെ ഈ കമ്പനിയിലെ ഇൻവെസ്റ്റേഴ്സും അതിന്റെ ഡയറക്ടേഴ്സും എല്ലാം വളരെ നിരാശയിലായി. അവരെല്ലാം വളരെ ശുഭാപ്തി വിശ്വാസത്തോടു കൂടിയാണ് ഇത്ര ഊർജ്ജസ്വലനായ ഒരു ചെറുപ്പക്കാരനെ ഈ കമ്പനിയുടെ CEO ആയി നിയമിക്കുന്നത്. പക്ഷേ അദ്ദേഹം നിരാശപ്പെടുത്തി എന്നായിരുന്നു എല്ലാവരുടെയും അഭിപ്രായം. പക്ഷേ അദ്ദേഹത്തിന്റെ ആ സ്റ്റെപ്പിൽ നിന്ന് ഒരടി പോലും പിന്നോട്ട് മാറിയില്ല. അത് മാത്രമായിരുന്നു അദ്ദേഹത്തിന്റെ കൺസേൺ, സേഫ്റ്റി മാത്രമായിരുന്നു. നിങ്ങൾ ശ്രദ്ധിക്കുക, മാസങ്ങൾ കഴിഞ്ഞു. ഓരോ ദിവസവും ആ കമ്പനിയുടെ വരുമാനം കൂടിക്കൂടി വരികയാണ് ഉണ്ടായത്. കാരണം ആ കമ്പനിയുടെ മേധാവി ആ കമ്പനിയുടെ ഓരോ തൊഴിലാളിയോടെയും കൂടെയുണ്ട് എന്ന്, അവനോടൊപ്പമുണ്ട് എന്ന്, അവന്റെ കുടുംബത്തെ സംരക്ഷിക്കാൻ, അവന്റെ ആരോഗ്യത്തെ സംരക്ഷിക്കാൻ, അവനെ സംരക്ഷിക്കാൻ ആ മേധാവി തയ്യാറാണ് എന്നും ഓരോ തൊഴിലാളിക്കും
എന്ത് പ്രശ്നം സംഭവിച്ചാലും അവിടെ നടക്കുന്ന ആ സേഫ്റ്റി പ്രശ്നത്തിൽ ആ ഡിപ്പാർട്ട്മെന്റ് മാനേജറോട് നഷ്ടപരിഹാരം വാങ്ങുമെന്ന് അദ്ദേഹം പ്രഖ്യാപിക്കുകയും ഏതൊരു തൊഴിലാളിക്ക് എന്ത് അപകടം സംഭവിച്ചാലും അവന്റെ വീട്ടിൽ ഞാൻ പോകുമെന്നും അവനെ ഞാൻ സംരക്ഷിക്കുമെന്ന് അദ്ദേഹം പ്രഖ്യാപിക്കുകയും ചെയ്തപ്പോൾ ആ തൊഴിലാളികൾ ഒന്നാകെ അദ്ദേഹത്തിന്റെ പിന്നിൽ അണിനിരക്കുകയും ആ കമ്പനിക്ക് വരുന്ന ഒരു രൂപ നഷ്ടത്തിൽ പോലും അവരുടെ ഓരോരുത്തരുടെയും ശ്രദ്ധയുണ്ടാകുകയും ആ കമ്പനിയുടെ വരുമാനം വർദ്ധിപ്പിക്കുന്നതിൽ അവരുടെ നിതാന്ത ജാഗ്രത ഉണ്ടാകുകയും ചെയ്തു. ഒരു വർഷം കഴിഞ്ഞപ്പോൾ ആ കമ്പനിയുടെ അവസ്ഥ എന്താണെന്ന് നിങ്ങൾ ആലോചിക്കുക. നഷ്ടത്തിലേക്ക് കൂപ്പുകുത്തിരുന്ന അൽഖോവ എന്ന് പറയുന്ന കമ്പനി ഒരു വർഷത്തിന് ശേഷം $1 ബില്യൺ ലാഭത്തിലേക്ക് മാറി. കാരണം അദ്ദേഹത്തിന്റെ ഒരൊറ്റ കൺസേൺ മാത്രമാണ്, ആ തൊഴിലാളികൾ തിരിച്ചറിഞ്ഞ് ആ തൊഴിലാളികളുടെ മാനസികമായ സപ്പോർട്ട് ഈ സ്ഥാപനത്തിന് ആവശ്യമാണ് എന്ന് തിരിച്ചറിഞ്ഞ് അവർക്ക് ആവശ്യമായ ട്രീറ്റ്മെന്റ് കൊടുത്തപ്പോൾ, അവർക്ക് ആവശ്യമായ പരിഗണന കൊടുത്തപ്പോൾ ആ തൊഴിലാളികൾ ഇദ്ദേഹത്തോടൊപ്പവും ഈ സ്ഥാപനത്തോടൊപ്പവും നിന്നുകൊണ്ട് അവർ ആ സ്ഥാപനത്തെ പടിപടിയായി ഉയർത്തുകയാണ്. അങ്ങനെയാണ് ഒരു വർഷത്തിന് ശേഷം ആ കമ്പനി ലാഭത്തിലേക്ക് മാറിയത്. മാത്രമല്ല, ഈ പോൾ ഒനീർ എന്ന് പറയുന്ന ഈ പ്രഗത്ഭനായ ഈ സിഇഒ ആ സ്ഥാപനം വിട്ടുപോകുമ്പോൾ $27 ബില്യൺ ആയിരുന്നു ആ സ്ഥാപനത്തിന്റെ ഒരു വർഷത്തെ ലാഭം എന്ന് നമ്മൾ തിരിച്ചറിയുക. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും തൊഴിലാളികളെ ഏത് രീതിയിൽ ട്രീറ്റ് ചെയ്യണം, തൊഴിലാളികളെ ഏത് രീതിയിൽ നമ്മോടൊപ്പം നിർത്താൻ കഴിയണം, അതിലൂടെ തൊഴിലാളികളെയും അതോടൊപ്പം ആ സ്ഥാപനത്തെയും എങ്ങനെ വളർത്തിക്കൊണ്ടുവരാം എന്ന് നിങ്ങൾക്ക് മനസ്സിലാകും. നമ്മളിപ്പോൾ പറഞ്ഞത് ഒരു അമേരിക്കൻ കമ്പനിയെ കുറിച്ചാണ്. പക്ഷെ ഇന്ത്യക്കാർക്ക് അതിൻ്റെ ആവശ്യമില്ല എന്ന് ഞാൻ മനസ്സിലാക്കും. കാരണം ഇന്ത്യയിൽ തന്നെയുണ്ട് ഇതുപോലെ വലിയ ഒരു കമ്പനിയുടെ ചരിത്രം. 1953 തുടക്കം കുറിച്ച് 1959 കമ്മീഷൻ ചെയ്യപ്പെട്ട ഒറീസയിലെ റൂർക്കേല സ്റ്റീൽ പ്ലാന്റ് അഥവാ RSP എന്നറിയപ്പെടുന്ന സ്ഥാപനം നെഹ്റുവിന്റെ പഞ്ചവത്സര പദ്ധതിയിൽ ഉൾപ്പെടുത്തി പശ്ചിമ ജർമ്മനിയുടെ സഹകരണത്തോടു കൂടി 19,000 ഏക്കർ സ്ഥലത്ത് സ്ഥാപിതമായ ആ സ്ഥാപനത്തിലെ തൊഴിലാളികളുടെ എണ്ണം 26,000 തൊഴിലാളികളായിരുന്നു ആ സ്ഥാപനത്തിൽ ജോലി ചെയ്തിരുന്നത്. ആ കാലത്ത് ഒഡീഷയിലെ റൂർക്കേലയിലേക്ക് എത്തിപ്പെടുക എന്ന് പറഞ്ഞാൽ അവൻ ജീവിതത്തിൽ രക്ഷപ്പെട്ടു എന്നായിരുന്നു അർത്ഥം. അത്രയും വലിയ കമ്പനിയായിരുന്നു, അത്രയും വലിയ ജോലി സാധ്യതകൾ ആ കമ്പനിയിലും അതിൻ്റെ പരിസര പ്രദേശങ്ങളിലും തഴച്ചു വളർന്നിരുന്നു. ആ കമ്പനിയിലെ ആയിരക്കണക്കിന് ആളുകൾ ജോലി ചെയ്യുകയും ലക്ഷക്കണക്കിന് ടൺ പ്രൊഡക്ഷൻ അവിടെ നടക്കുകയും ചെയ്തു. അതിന്റെ ഫലമായി ആ പ്രദേശം തഴച്ചു വളർന്നു. അവിടെ അതോടനുബന്ധിച്ച് ധാരാളം വ്യവസായങ്ങളും ധാരാളം കച്ചവട സ്ഥാപനങ്ങളും കമ്പനികളും ഉയരുകയും അതോടെ ആ പ്രദേശം മൊത്തം സമ്പത്താർജിക്കുകയും ചെയ്തു. പക്ഷേ ദൗർഭാഗ്യവശാൽ മാനേജ്മെന്റിന്റെയൊക്കെ പോരായ്മ കൊണ്ട് ആ സ്ഥാപനം നേരത്തെ പറഞ്ഞതുപോലെ പടിപടിയായി ഇങ്ങനെ താന്നു വന്ന് നഷ്ടത്തിലേക്ക് എത്തി. ഈ നഷ്ടത്തിലേക്ക് എത്തിയപ്പോൾ ഇനി എന്ത് ചെയ്യണമെന്ന് ആലോചിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ഡോക്ടർ സനക് മിശ്ര എന്ന് പറയുന്ന വ്യക്തിയെ അതിന്റെ MD ആയി നിയമിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾ ശ്രദ്ധിക്കുക, സനക് മിശ്ര എന്ത് മരുന്നാണ് അവിടെ പ്രയോഗിച്ചത്? അദ്ദേഹം ആ MD സ്ഥാനം ഏറ്റെടുത്തതിന് ശേഷം അദ്ദേഹം ചെയ്തത് ആ നഷ്ടത്തിലേക്ക് കൂപ്പുകുത്തിയ പ്രയാസം അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ആ കമ്പനിയിലെ മുഴുവൻ തൊഴിലാളികളെയും വിളിച്ചു ചേർത്തുകൊണ്ട് അദ്ദേഹം ഒരു പ്രഖ്യാപനം നടത്തുകയാണ്. നിങ്ങളോടൊപ്പം ഞാനുണ്ട്. അന്ന് വരെ ആ സ്ഥാപനത്തിന്റെ MDയെ ചിത്രത്തിൽ കാണുക എന്നല്ലാതെ ആ തൊഴിലാളികൾക്ക് കാണാൻ സാധിക്കുമായിരുന്നില്ല. എന്നാൽ സനക് മിശ്ര ആ സ്ഥാപനം ഏറ്റെടുത്തതിന് ശേഷം ആ തൊഴിലാളികളോടൊപ്പം നിരന്തരം അവരുടെ പ്രയാസങ്ങളിലും പ്രശ്നങ്ങളിലും ഇടപെട്ടുകൊണ്ട് അവരോടൊപ്പം സഞ്ചരിക്കുകയാണ് ഉണ്ടായത്. നിങ്ങൾ മനസ്സിലാക്കണം ഇവിടെ സംഭവിച്ചൊരു മാറ്റം. ആദ്യം സമരത്തിന് കോപ്പുകൂട്ടിയിരുന്ന തൊഴിലാളികൾ ഒരു ദിവസം സമരം ചെയ്യാതെ അവരുടെ ഡ്യൂട്ടി സമയം അവർ തന്നെ കൂടുതലായി എടുത്തുകൊണ്ട്, മാത്രമല്ല രേഖപ്പെടുത്തപ്പെട്ട ചരിത്രമാണ്, ആ സ്ഥാപനത്തിൽ നിന്ന് ഒരു നട്ട് ബോൾട്ട് നഷ്ടപ്പെടുന്നത് പോലും ആ സ്ഥാപനത്തിലെ ഓരോ തൊഴിലാളി ശ്രദ്ധിക്കുകയും അതിലൂടെ അതിവിദൂരമല്ലാതെ ആ സ്ഥാപനത്തെ പടിപടിയായി
സനക് മിശ്ര എന്ന് പറയുന്ന ആ വ്യക്തിക്ക് ഉയർത്തിക്കൊണ്ടുവരാൻ സാധിക്കുകയും നഷ്ടത്തിലോടിക്കൊണ്ടിരുന്ന RSP എന്ന് പറയുന്ന ആ സ്ഥാപനം, ആ വലിയ ഒരു കമ്പനി, 26,000-ലധികം തൊഴിലാളികളുള്ള സ്ഥാപനം, അദ്ദേഹം ക്രമേണ പടിപടിയായി അതിനെ ഉയർത്തിക്കൊണ്ടുവരികയും നഷ്ടത്തിൽ നിന്ന് ലാഭത്തിലേക്ക് കൊണ്ടെത്തിക്കാൻ അദ്ദേഹത്തിന് സാധിക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെയും അദ്ദേഹം പ്രയോഗിച്ചത് ഞാൻ എൻ്റെ മുൻ വീഡിയോയിൽ സൂചിപ്പിച്ചതുപോലെയുള്ള ഒരു ദൗത്യമാണ്. തൊഴിലാളികൾക്ക് എന്ത് വേണമെന്ന്, അവരുടെ പെയിൻ പോയിന്റ്സ് എന്താണ് എന്ന് കണ്ടെത്തുകയും അത് പരിഹരിക്കാൻ കഴിയുകയും അവരോടൊപ്പം നിൽക്കുകയും അവരോടൊപ്പം സഞ്ചരിക്കുകയും ചെയ്തപ്പോൾ ആ തൊഴിലാളികൾ മുഴുവനും അദ്ദേഹത്തിന്റെ പിന്നിൽ അണിനിരക്കുകയും അദ്ദേഹത്തിന്റെ ആജ്ഞകൾക്ക് അവർ കാതോർക്കുകയും അദ്ദേഹത്തിന്റെ നിർദ്ദേശങ്ങൾ നടപ്പിലാക്കാൻ അവർ വെമ്പൽ കൊള്ളുകയും ചെയ്തതിലൂടെ ആ സ്ഥാപനത്തെ, RSP എന്ന സ്ഥാപനത്തെ, ഇന്നും ഇന്ത്യയിൽ സെയിൽ അഥവാ സ്റ്റീൽ അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന വലിയൊരു സ്ഥാപനമായി വളർത്തിക്കൊണ്ടുവരാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട്. എങ്കിൽ ഈ നയം നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ ബിസിനസ്സിലും നിങ്ങളുടെ കമ്പനിയിലും നിങ്ങളുടെ സ്ഥാപനത്തിലും ഉപയോഗപ്പെടുത്തിയാൽ നിങ്ങളുടെ തൊഴിലാളികളെ നിങ്ങളോടൊപ്പം നിർത്താനും നിങ്ങളുടെ സ്ഥാപനത്തെ വളർത്തിക്കൊണ്ടുവരുവാനും ഉപയുക്തമാകുമെന്നുള്ളതിൽ സംശയമില്ല. ഫ്രണ്ട്സ്, നമ്മുടെ ബിസിനസ് ടിപ്സ് എന്ന സീരീസിന്റെ 3-ാമത്തെ എപ്പിസോഡാണ് ഇന്ന് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ട് എങ്കിൽ, നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ട് എങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക, ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക. അതോടൊപ്പം അടുത്തതായി നമ്മൾ ചെയ്യുന്നത്, ഞാൻ എൻ്റെ മുൻ വീഡിയോയിൽ സൂചിപ്പിച്ചിരുന്നു, സ്റ്റാഫുകൾക്ക് ആവശ്യമായിട്ടുള്ള ട്രെയിനിങ്ങുകളും അപ്ഡേഷൻസും നൽകണമെന്ന്. അത് എങ്ങനെയാണ് എന്ന് വിശദീകരിക്കുന്ന വീഡിയോ ആണ്. ഓക്കെ, താങ്ക് യു.